യുവാക്കളെ ചേർത്ത് പിടിച്ച കേന്ദ്ര ബജറ്റ് 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം രൂപീകരിച്ചു. പുതുതായി ജോലിക്ക് കയറുന്നവർക്ക് 1 മാസത്തെ ശമ്പളം കേന്ദ്ര സർക്കാർ നൽകും. 210 ലക്ഷം യുവാക്കൾക്കാണ് ഇത് ഗുണകരമാകുക. യുവാക്കളുടെ ക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര ധനമന്ത്രി 5 ഇന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. തൊഴിൽ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, MSME തുടങ്ങിയ മേഖലകളിൽ യുവജനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. പദ്ധതി നിർവഹണത്തിനായി 2 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4.1 കോടി യുവാക്കൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. The Prime Minister's package of 5 schemes and initiatives to facilitate employment, skilling and other opportunities for 4.1 crore youth over a 5-year period with a central outlay of 2 lakh crore rupees. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ നൽകുന്ന 3 പുതിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാർക്കും 1 മാസത്തെ ശമ്പളം കേന്ദ്ര സർക്കാർ നൽകും. തുക പ്രോവിഡന്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് എത്തിക്കുക. 3 ഗഡുക്കളായാണ് തുക നൽകുക. 15,000 രൂപ വരെ സർക്കാർ നൽകും. 1 ലക്ഷം രൂപയ്ക്ക് താഴെ ശമ്പള പരിധിയിൽ വരുന്നവരാണ് പദ്ധതിയുടെ ഭാഗമാകുക. ഇവർ EPFOയിൽ രജിസ്റ്റർ ചെയ്തവരാകണമെന്ന നിബന്ധനയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. Direct benefit transfer of 1 month's salary in 3 installments to first-time employees as registered in the EPFO will be up to 15,000 rupees. The eligibility limit will be a salary of 1 lakh per month. The scheme is expected to benefit 210 lakh youth. 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കളെ നൈപുണ്യ മേഖലയിൽ പരിശീലിപ്പിക്കും. 7.5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുന്നതിനായി മാതൃകാ നൈപുണ്യ വായ്പാ പദ്ധതി പരിഷ്കരിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. നൈപുണ്യ സംരംഭങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഉപയോഗിച്ച് 1000 ITIകൾ നവീകരിക്കും. കൂടാതെ ഗാർഹിക സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കും സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കും. Our government will launch a comprehensive scheme for providing internship opportunities in 500 top companies to 1 crore youth in 5 years. An internship allowance of 5,000 per month, 5,000 rupees per month, along with a one-time assistance of 6,000 rupees will be provided. 500 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ 1 കോടി യുവാക്കൾക്ക് ഒരുക്കുന്ന പദ്ധതിയും 3-ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലുണ്ട്. പുതിയ സ്കീമിന് കീഴിൽ എല്ലാ മാസവും 5,000 രൂപ ഇന്റേൺഷിപ്പ് അലവൻസും 6,000 രൂപ ഒറ്റത്തവണ സഹായം നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം.